യൂസ്ഡ് ടു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുൻപ് ചെയ്യാറുണ്ടായിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു എന്നൊക്കെ, പതിവായി മുൻപ് ചെയ്തിരുന്ന കാര്യം അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്. അതിൻ്റെ നെഗറ്റീവ് വരുമ്പം ഇപ്പോൾ ഈ സെൻറ്റൻസ് നോക്കുക, ഞാൻ ഉപയോഗിക്കുന്നു. ഐ യൂസ്ഡ് ടു ഞാൻ മുമ്പ് ചെയ്യാറുണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു. ഇവിടെ നോക്ക്, ഒരു ഉദാഹരണം നമ്മൾ പറയാം. ഐ യൂസ്ഡ് ടു യൂസ് എ പെൻ. ഞാൻ മുൻപ് ഒരു പേന ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഏതോ ഒരു പേനയുടെ കാര്യമാണ് പറയുന്നത്. അതിനെ നമുക്ക് നെഗറ്റീവ് ആക്കിയപ്പോൾ സെൻറ്റൻസ് നോക്കിയേ. ഐ ഡിഡിൻറ്റ് യൂസ് ടു ഡ്രിങ്ക് കോഫി. ഞാൻ മുൻപ് കോഫി കുടിക്കാറില്ലായിരുന്നു. ഇവിടെ യൂസ്ഡ് ഇ ഡി വന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ആ ഡിഡ് വന്നതുകൊണ്ടാണ്. ഹെൽപ്പിംഗ് വെർബ് ഡിഡ് വന്നതുകൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യൂ? V1 ഉപയോഗിക്കൂ. അപ്പം യൂസ്ഡ് ടു എന്ന് പറയുന്ന ആ പ്രയോഗം നമ്മൾ നെഗറ്റീവിൽ വന്നപ്പം ഐ ഡിഡിൻറ്റ് യൂസ് എന്നാണ് വന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം. ഐ ഡിഡിൻറ്റ് യൂസ് ടു ഡ്രിങ്ക് കോഫി. ഞാൻ മുൻപ് കോഫി കുടിക്കാറില്ലായിരുന്നു. അതേസമയം ഐ യൂസ്ഡ് ടു യൂസ് എ പെൻ. ഞാൻ മുൻപ് ഒരു പേന ഉപയോഗിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോൾ അതിനെ നമ്മൾ ചോദ്യമാക്കുമ്പോഴും നോക്കിയേ, നമ്മൾ ആ ഡിഡ് കൊണ്ടാണ് തുടങ്ങുന്നത്. ഡിഡ് യു യൂസ് ടു പ്ലേ ക്രിക്കറ്റ്? നിങ്ങൾ മുൻപ് ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നോ? അവിടെയും യൂസിന് യൂസ്ഡ് ടു അല്ല ഉപയോഗിക്കുന്നത്, യൂസ് V1 ആണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഡിഡ്, ഹെൽപ്പിംഗ് വെർബായ ഡിഡ് ആദ്യം വന്നതുകൊണ്ട്. ചോദ്യത്തിലും അവിടെ നെഗറ്റീവ് ആക്കാൻ നോട്ട് ചേർക്കേണ്ടി വന്നതുകൊണ്ട് നമ്മൾ ഡിഡിനെ സെപ്പറേറ്റ് ചെയ്തതുകൊണ്ടാണ് യൂസ്ഡിൽ നിന്ന് യൂസായി മാറിയത്. അപ്പം ഡിഡ് പ്ലസ് യൂസ് ആണ് യൂസ്ഡ്. ഡു പ്ലസ് യൂസ്. ഡെസ് പ്ലസ് യൂസസ്. അതിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ? ഓക്കെ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് 2-3 വേർഡ്സിൻ്റെ കൂടെ സ്പ്ലിറ്റിങ് നോക്കാം. സ്പ്ലിറ്റിംഗ് എന്ന് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. നമ്മൾ അതിനകത്ത് ഇപ്പം ഡു, ഡെസ്, ഡിഡ്, ഡൺ ഇവ 3 ക്രിയകളിൽ വരുന്ന കാര്യം. അപ്പോൾ നമ്മൾ റൈറ്റ്, അതേസമയം റൈറ്റ്, റോട്ട്, റിട്ടൺ അതിൽ വരുമ്പോഴും എന്താണ്? ഡു പ്ലസ് റൈറ്റ് ആണ് റൈറ്റ്. ഡിഡ് പ്ലസ് റൈറ്റ് ആണ് റോട്ട്. V2 ഫോം, WROT, റോട്ട്. മനസ്സിലായോ? റൈറ്റ്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡസ് പ്ലസ് റൈറ്റ് ആണ് റൈറ്റ്സ്. റൈറ്റ് വരുമ്പോൾ അതിനകത്ത് ഡു പ്ലസ് റൈറ്റ്. അതേസമയം റോട്ട് V2 വരെയാണെങ്കിൽ ഡിഡ് പ്ലസ് റൈറ്റ് ആണ് വരുന്നത്. അങ്ങനെ വേറൊരെണ്ണം നമുക്ക് പറയാം. ഇപ്പം ജമ്പിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഡു പ്ലസ് ജമ്പ്, ഡിഡ് പ്ലസ് ജംപ്ഡ്. ജംപ്സ് പറയുകയാണെങ്കിൽ ഡെസ് പ്ലസ് ജമ്പ്. പിന്നെ നമ്മൾ എസും ഇഎസും ചേർക്കുന്ന കാര്യവും മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ അതുകൂടി പറയാം. എസും ഇഎസും ചേർക്കുന്ന എവിടെ? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആകും. വെർബ് സിംഗുലർ ആകാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെർബിൻ്റെ V1 ബേസ് ഫോമിനോട് എസ് അല്ലെങ്കിൽ ഇഎസ് ചേർത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെർബ് സിംഗുലർ ആകുന്നത് ഏതൊക്കെയാണ്? വെർബ് സിംഗുലർ ആകുന്നത് സബ്ജക്റ്റായിട്ട് വരുന്നത് പ്രൊനൗൺ നമ്മൾ പഠിച്ചായിരുന്നല്ലോ. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അതിൽ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പം ഞാൻ, ഞങ്ങൾ, അതായത് നമ്മൾ സംസാരിക്കുന്ന ആൾ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്ന നീ, നിങ്ങൾ, ആരോടാണോ സംസാരിക്കുന്നത്. തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഞാനും അല്ല, നീയും അല്ല, നമ്മൾ സംസാരിക്കുന്ന ആളും അല്ല, ആരോടാണോ സംസാരിക്കുന്നവർ അവരും അല്ല, മറ്റൊരാൾ, മൂന്നാമൻ, അവരെയാണ് നമ്മൾ തേർഡ് പേഴ്സണിൽ പറയുന്നത്. തേർഡ് പേഴ്സണിൽ വരുന്നത് ഹി, ഷീ, ഇറ്റ്, ദേ, പിന്നെ എല്ലാ നൗണുകളും ആണ് തേർഡ് പേഴ്സണിൽ വരുന്നത്. അതിൽ സിംഗുലർ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഹി, ഷീ, ഇറ്റും പിന്നെ ഏതെങ്കിലും ഒരു പേര് വന്നാലും സിംഗുലറാണ്. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ വെർബായിട്ട് ഇതിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റായിട്ട് ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വെർബും സിംഗുലറായിട്ട് ഉപയോഗിക്കും. അപ്പോഴാണ് നമ്മൾ ഹി ഗോസ്, ഷീ ഗോസ് അങ്ങനെ പറയുന്നത്. മനസ്സിലായോ? പിന്നെ നമ്മൾ വേറെ ഐ ആകുമ്പം പക്ഷേ സിംഗുലറാണ്, ഞാനാണ്, ഫസ്റ്റ് പേഴ്സൺ ആണ്. ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ എപ്പോഴും ഐ ഗോ എന്നേ പറയൂ, വി ഗോ എന്നേ പറയൂ, യു ഗോ. അതേസമയം ഷീ ഗോസ്, ഹീ ഗോസ്, ഇറ്റ് ഗോസ്, രാജു ഗോസ് അങ്ങനെ പറയത്തുള്ളൂ. അപ്പോൾ അതും മനസ്സിലായി. ഈ ഒരു കാര്യത്തിൽ 3 കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അത് വ്യക്തമായില്ലെങ്കിൽ ഒന്നുകൂടി
മനസ്സിലായി കേട്ട് കഴിഞ്ഞാൽ വ്യക്തമായി മനസ്സിലാവും.